ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 10 മണി ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതും നല്ലൊരു സൂപ്പർ കോംബോ ഓഫർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോംബോ ഓഫർ നോക്കാം. അപ്പോൾ നമ്മൾ 10 മണിയുടെ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അടുത്ത സെക്ഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് സെയിലിനായിട്ട്. അപ്പോൾ ഇതനുസരിച്ചായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ 10 മണികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ വെറൈറ്റീസും കൂടി മിക്സഡ് ആയിട്ടാണ് ഒരു കോംബോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റീസൊക്കെ വരുന്നത്. അപ്പോൾ ഈ വെറൈറ്റീസ് എല്ലാം കൂടി മിക്സഡ് ആയിട്ട് നമ്മൾ 20 വെറൈറ്റീസാണ് കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 വെറൈറ്റി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ കട്ടിങ്സ് സെയിൽ ചെയ്യുന്നത്. ചില വെറൈറ്റീസ് നമ്മൾ ഒരു കട്ടിങ്സ് ആയിരിക്കും വെക്കുന്നത്, റെയർ ആയിട്ടുള്ളത്. 20 വെറൈറ്റിക്ക് റേറ്റ് കുറവിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വെറൈറ്റീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ചില വെറൈറ്റീസ് നമ്മൾ ഒരു കട്ടിങ് ആയിരിക്കും വെക്കുന്നത്, ചിലത് നമ്മൾ 2-3 കട്ടിങ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സഡ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാം മിക്സഡ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള സിൻഡ്രല്ല വെറൈറ്റീസ്, നല്ല രസമാണ് ഈ ഒരു വെറൈറ്റീസ് ഒക്കെ കാണാനായിട്ട്. നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഇത് നമ്മുടെ അടുക്ക് 10 മണിയാണ്. അടുക്ക് 10 മണി മാത്രം ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ മിക്സഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാ വെറൈറ്റീസും മിക്സഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കും വൈറ്റ് ഷെയ്ഡും വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു വലിപ്പമുള്ള ഫ്ലവറാണ്. എൻ്റെ കൈ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും വലിപ്പമുള്ള ഫ്ലവറാണ്. ഇത്രയും വലിപ്പമുള്ള ഫ്ലവറാണ്. ഇത് നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു മജന്ത വെറൈറ്റി അല്ല. നല്ല കൊല കുത്തി പൂവും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല വലിപ്പമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നമ്മളൊരു പോട്ടിലൊക്കെ നടുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയുള്ള ഫ്ലവേഴ്സാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഒരു വൈറ്റും അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡും വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജന്തയാണ്. നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡ് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ വരുന്നത് യെല്ലോയും ഡാർക്ക് ഒരു യെല്ലോ അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ചും സെൻട്രലായിട്ട് ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത്. ഇതൊരു വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സിൻഡ്രല്ല വെറൈറ്റിയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു മജന്തയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ വരുന്ന ഇതാണ്, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി അല്ല. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി, എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി തന്നെയാണിത്. കാരണം ഇതിൻ്റെ ലീഫ് നല്ല തിക്കായിട്ട് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. ഇത് തീരെ ചെറിയ ഫ്ലവേഴ്സാണ്, പക്ഷേ ഇത് നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട്. ഒരു വൈറ്റ് പോട്ടിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവറും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഈ ഒരു ലീഫും ഇതിൻ്റെ ഫ്ലവറും കൂടി കാണാനായിട്ട് നല്ല രസമാണ്. ഈ ഒരു വെറൈറ്റിയുടെ കട്ടിങ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു വൈറ്റും ഒരു പിങ്കും ആണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ വീഡിയോയിൽ നമ്മുടെ കോംബോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. 20 വെറൈറ്റിയാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് വൈറ്റ് ആണ്, പക്ഷേ സെൻറ്ററിൽ ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇത് കുറേ ഫ്ലവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു വെറൈറ്റിയുടെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടോ, ഇത് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ആണ്. ഇത് വൈറ്റ് മാത്രമുള്ള വെറൈറ്റിയാണ്. അത് വൈറ്റിൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒറ്റയടിക്ക് പൂ കണ്ടിട്ട് ഇത് സെയിം ആണല്ലോ എന്ന് വിചാരിക്കരുത്. പിന്നെ നമുക്ക് കൊറിയർ അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ DTDC വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത്. കൊറിയർ നമ്മൾ ഒരു 5 ദിവസത്തിനുള്ളിലായിരിക്കും അയക്കുന്നത്. ഇന്ന് നമുക്ക് ഓർഡർ തന്നിട്ട് നാളെ തന്നെ അയച്ചോ എന്ന് ആരും ചോദിക്കരുത്. നമുക്കൊരു 5 ദിവസം ഡിലേ ഉണ്ടാവും. കാരണം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ അയച്ചയച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരും. നമ്മൾ അയച്ചതിന് ശേഷം നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമറിനെ അറിയിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കൊരു 4 ദിവസം വരെയൊന്നും കൊറിയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഇത് ജസ്റ്റ് നമ്മൾ വലിച്ചെറിഞ്ഞിട്ടാലും പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. മഴ സമയത്ത് ചീത്തായി പോകും അങ്ങനത്തെ ഒരു പേടി ആർക്കും വേണ്ട. കാരണം ഇതൊക്കെ നമ്മൾ മഴ സമയത്ത് തന്നെ നട്ടുപിടിപ്പിച്ച വെറൈറ്റീസൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പോട്ടിൽ നടുന്നതാണ് കൂടുതൽ നല്ലത്. പോട്ടിൽ നട്ട് പിടിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു വേനൽ സമയം വരുമ്പോഴത്തേക്കും അത്യാവശ്യം തിക്കും ആവും. ഒരു കട്ടിങ്സ് വെച്ച് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ വേനൽ സമയത്ത് നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും. പിന്നെ ഇത് നടുമ്പോഴത്തേക്കും നിങ്ങൾ ടോപ്പിൽ നിന്ന് മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കട്ട് ചെയ്ത് കളയുക. റൂട്ടുകൾ പിടിച്ചതിന് ശേഷം മാത്രം മുട്ടുകൾ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ബുഷായിട്ട് നിർത്താം. ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പോട്ട് നിറച്ച് ബുഷായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറേ ശിഖരങ്ങൾ വന്ന് നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവറും ഉണ്ട്. ഇത് ഒരു ലൈറ്റ് റോസ് ഷെയ്ഡാണ് വരുന്നത്. സിൻഡ്രല്ലയുടെ വെറൈറ്റിയാണ്. ഒരു ലൈറ്റ് റോസ് ഷെയ്ഡാണ് വരുന്നത്.
ഇതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു പിങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട്, സിൻഡ്രല്ല വെറൈറ്റി. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് മജന്ത ഫ്ലവറാണ്. അത് നമ്മൾ ഒരു ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്യുമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റീസൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെറൈറ്റീസിൽ 20 വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട്. 95 റുപ്പീസ്, 95 രൂപയ്ക്കാണ് നമ്മൾ 20 വെറൈറ്റീസിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരിടത്തുനിന്നും ഈ റേറ്റിന് കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു സീസൺ വരുമ്പോഴത്തേക്കും നമ്മളിതൊക്കെ പോട്ടിലോട്ട് സെറ്റ് ചെയ്യണം. നമുക്ക് നഴ്സറിയിലോട്ടൊക്കെ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സീസൺ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റേറ്റിനല്ല, അത്യാവശ്യം നല്ല റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓഫർ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. 95 പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ, എക്സ്ട്രാ കൊറിയർ ചാർജ് വരും. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ